ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ കംപ്ലീറ്റ്ലി എങ്ങനെ അഡിക്റ്റഡ് ആക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഏകദേശം 10-ലധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുമായി വളരെയധികം അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോക്ക് ടു ഹിം റെഗുലർലി എന്നുള്ളതാണ്. അവനുമായി അഥവാ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനുമായി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഡെയിലി ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ആശയവിനിമയം നടത്തുക. ഇനി നേരിട്ട് കഴിയാത്ത ആളുകളാണെങ്കിൽ ഫോണിലൂടെ ആശയവിനിമയം നടത്താവുന്നതാണ്. ടോക്ക് ടു ഹിം റെഗുലർലി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്തുകൊണ്ടാണ് ഇത് അവരിൽ വളരെയധികം അഡിക്ഷൻ ഉണ്ടാക്കും എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഡെയിലി സംസാരിക്കുമ്പോൾ ഇതൊരു ഹാബിറ്റായിട്ട് മാറും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നതിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. അങ്ങനെയിരിക്കെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹാബിറ്റായിട്ട് മാറുകയും പിന്നീട് ആ ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാവുകയും അവർ നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യുകയും നിങ്ങളുമായിട്ട് അഡിക്റ്റഡ് ആവാനും അത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അഡിക്ഷൻ തോന്നിപ്പിക്കാൻ സഹായിക്കും എന്നതാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആകാതിരിക്കുക എന്ന് പറയുന്നത്. സംസാരിക്കുന്ന വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൺഡേ അല്ലേ, ഒന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞേക്കാം. എപ്പോഴും അവൈലബിൾ ആവാതിരിക്കണം എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ചില സന്ദർഭങ്ങളിലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവാതിരിക്കുക. അപ്പോഴാണ് അവർക്ക് നമ്മളുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് വെക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ പറയാതിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓക്കെ പറയാതിരിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ അഡിക്ഷൻ കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സോ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡിക്ഷൻ കൂട്ടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പിക്ചേഴ്സ് അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ദിവസത്തിൽ ഒന്നെങ്കിലും അയച്ചു കൊടുക്കുക. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് കാണാൻ ഇടവരികയും നിങ്ങളുമായിട്ട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നാനും അതുപോലെ തന്നെ അഡിക്റ്റഡ് ആവാനും അത് വളരെയധികം സഹായിക്കും. അങ്ങനെ ഒരു ശീലം, അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇഷ്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ് ഇപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണത്. എന്താണ്? സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുക. ആ ഗിഫ്റ്റുകൾ സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ ലഭിക്കുമ്പോൾ നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആവാനും അതുപോലെ തന്നെ അഡിക്ഷൻ തോന്നാനും അത് വളരെയധികം സഹായിക്കും എന്നതാണ്. സോ അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അഥവാ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ വളരെയധികം ആക്റ്റീവ് ആവുക, കോൺഫിഡൻ്റ് ആവുക, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാവ് ഫൺ എന്നുള്ളതാണ്.
അഥവാ വളരെയധികം തമാശ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുക എന്നുള്ളതാണ്. എപ്പോഴും സീരിയസ് ആവാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രസകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സപ്പ് ഫോർ നോ റീസൺ എന്നുള്ളതാണ്. അഥവാ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് ഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഒരുങ്ങുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരോട് വളരെയധികം അട്രാക്ഷൻ തോന്നുകയും അവരുമായിട്ട് വളരെയധികം അഡിക്റ്റഡ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് റീസൺസ് ഒന്നുമില്ലെങ്കിലും ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ കൂടി ഒന്ന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നൈസായിട്ടുള്ള ഭംഗിയുള്ള അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും ആ വ്യക്തി നിങ്ങളുടെ അണ്ടർവെയേഴ്സ് കാണുന്നുണ്ടായിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും അവർ കാണുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം അഡിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള നൈസായിട്ടുള്ള അണ്ടർവെയേഴ്സ് ധരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യത്തിലൂടെയും നിങ്ങളുടെ പുരുഷനെ നിങ്ങൾക്ക് അഡിക്റ്റഡ് ആക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുക്ക് ഫോർ ഹിം എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അതിലൂടെയും അവരുടെ ആ ഒരു പ്രീതി അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നമുക്ക് പിടിച്ചു പറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലോഫ് വിത്ത് ഹിം എന്നുള്ളത്. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശയവിനിമയം നടത്തുന്ന സമയത്തും ഇടപഴകുന്ന സമയത്തും ചിരിക്കാനുള്ള എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ഒന്നിച്ച് ചിരിക്കുക, ഒന്നിച്ച് എൻജോയ് ചെയ്യുക ആ ഒരു നിമിഷത്തെ. അതും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിരി പടർത്തുന്ന രീതിയിൽ ആശയവിനിമയം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് വളരെയധികം അട്രാക്റ്റഡ് ആവും, അഡിക്റ്റഡ് ആവും എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. ബി യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ്. നിങ്ങളാവുക, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുക. അതുപോലെ തന്നെ കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടതും നിങ്ങൾക്കാണ്. അതിനുശേഷം ആ വ്യക്തിക്ക് പ്രയോറിറ്റി നൽകുക. അപ്പോഴാണ് അവിടെ നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യത്തുള്ളൂ. നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പ്രയോറിറ്റി നൽകുക. അതുപോലെ തന്നെ അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നും തന്നെ സ്പീഡപ്പായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, പാർട്ട്ണറല്ല, ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, അയാളോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. കുറച്ചെങ്കിലും ബാലൻസ് വെക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് സംസാരിക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് മറ്റൊരു ദിവസം സംസാരിക്കുക. അങ്ങനെ ഒരു ഗ്യാപ്പിട്ട് മുഴുവൻ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പരിചയമൊക്കെ ആയി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായി, ആദ്യം ഫ്രണ്ട്സായി, പിന്നീട് ലവേഴ്സായി, പിന്നീട് അത് ഒരു ടച്ചിങ്സിലോട്ടൊക്കെ വരും. ടച്ചിങ്സ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും പിന്നെ കൈ ചേർത്ത് പിടിക്കുന്നതും അങ്ങനെ ചെറിയ രീതിയിൽ ടച്ചിങ്സിലോട്ട് വരും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി കഴിയുമ്പോൾ പല ബന്ധങ്ങളിലും സംഭവിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം കൈമാറുന്ന സിറ്റുവേഷൻസ് പല റിലേഷൻഷിപ്പിലും കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് അതിന് പകരം കുറച്ചായിട്ട്, അഥവാ ഇപ്പോൾ ഒരു ദിവസം നമ്മളൊന്ന് ഹഗ് ചെയ്തെങ്കിൽ പിന്നീട് വേറെ ഒരു സംഭവത്തിനും അവരെ അനുവദിക്കാതിരിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു അഡിക്ഷൻ തോന്നുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ഹഗ് ചെയ്തു, പിന്നെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെ കുറച്ച് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്ന് കിസ് ചെയ്തു എങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് കുറേ ടൈം എടുത്ത് അല്ലെങ്കിൽ കുറേ മാസങ്ങൾ എടുത്തുകൊണ്ടാണ് ആ വ്യക്തിയുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം പങ്കിടുന്ന ഒരു
സിറ്റുവേഷൻ, ഒരു സന്ദർഭം വരുന്നതെങ്കിൽ ആ വ്യക്തി വളരെയധികം അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. അവിടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫോം ചെയ്യും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒറ്റയടിക്ക് എല്ലാം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു അഡിക്ഷൻ വരത്തില്ല. അത് അധികകാലം ആ ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ സ്ലോ ആയിട്ട് പതിയെ പതിയെ സംസാരമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പുരുഷൻ അഥവാ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ അഡിക്റ്റഡ് ആക്കാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതൊക്കെ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ ആവശ്യമുണ്ട് എങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിവേ താങ്ക് യു സോ മച്ച്. നമസ്തേ.